ഇപ്പോൾ നിലവിൽ ഇന്ത്യ പാക് യുദ്ധം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സംഘർഷം എന്ന രീതിയിൽ വന്നെങ്കിലും പിന്നീട് അത് യുദ്ധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു. ഒപ്പം കുറേ തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ശാന്തമാണ് എങ്കിലും തിരിച്ചടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും തിരിച്ചടികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ? പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്. അത് ഞാനിവിടെ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. പാകിസ്ഥാനിൽ സമാധാനം പുലരണമെങ്കിൽ ആരാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അവിടെ 3-4 ശ്രേണികളുണ്ട്. സർക്കാരുണ്ട്, തീവ്രവാദികളുണ്ട്, സൈന്യമുണ്ട്. പണ്ട് അമേരിക്ക ഉണ്ടെന്ന് പറയായിരുന്നു, ഇപ്പോൾ എന്തായാലും മാറി നിൽക്കുന്നു. ഇവരിൽ ആരുമായിട്ട് സംവദിച്ചാലാണ് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവർ മൂന്ന് തട്ടിലാണ് നിൽക്കുന്നത്. ജനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ സമരസപ്പെട്ടു വരുന്നു. പക്ഷേ അവിടുത്തെ സൈനിക നേതൃത്വവും അതുപോലെ തന്നെ ഈ തീവ്രവാദ നിലപാട് പുലർത്തുന്ന മതാധിഷ്ഠിതമായ തീവ്രവാദികളും അവർ രണ്ടുപേരും കൂടെ കൂടിക്കുഴഞ്ഞുകൊണ്ടുള്ളൊരു ഭരണ സംവിധാനത്തിൽ ആര് തീരുമാനം എടുക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇനി തീരുമാനം എടുത്താൽ സൈനിക നേതൃത്വം രാഷ്ട്രീയ തീരുമാനം സൈനിക നേതൃത്വം അംഗീകരിക്കുന്നു. സൈനിക നേതൃത്വം എടുക്കുന്ന തീരുമാനം അവിടുത്തെ ഈ ഫണ്ടമെൻ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ വർഗീയവാദികൾ അംഗീകരിക്കും. ഇതൊക്കെയാണ് പ്രശ്നം. ഈ തീവ്രവാദികളും സൈന്യവും കൂടി എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനം അല്ല ലക്ഷ്യം. എന്തിനാണ് തീവ്രവാദികൾ എവിടെയെങ്കിലും സമാധാനം ആഗ്രഹിക്കുക? തീവ്രവാദികൾ ഒരിടത്തും സമാധാനം ആഗ്രഹിക്കുന്നില്ല. അവരുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? അവരെന്തിനാണ് ആളുകളെ കൊല്ലുന്നത്? തീവ്രവാദികൾ ആളുകളെ കൊല്ലുന്നത് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ്. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ വൈസ് പ്രസിഡൻ്റൊക്കെ ഇവിടെ സന്ദർശിക്കുന്ന സമയത്താണ് ഈ പഹൽഗാമിൽ 26 നിരപരാധികളെ കൊന്നൊടുക്കുകയും നമ്മൾ ആലോചിക്കണം. അത് അവരുടെ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തീവ്രവാദികളുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ തന്നെ ഈ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലമാണ്. സാവധാനം കാശ്മീരിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങി സമാധാനമായി പോകുന്നൊരു സമയം പാകിസ്ഥാനിൽ ഒട്ടേറെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാനിൽ പണ്ടും ഇത് പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ വരുമ്പോൾ പണ്ട് അവരെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന അതിർത്തിയിൽ വെടിപൊട്ടിക്കും. അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും, അവർ രക്ഷപ്പെടും. ഇതായിരുന്നു. പക്ഷേ ഇപ്പം വെടിപൊട്ടിച്ചാൽ അതിന് തിരിച്ചടി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ അവർ അതിർത്തിയിൽ നിരന്തരം വന്ന് ഷെല്ലിംഗ് ഒക്കെ നടത്തി അങ്ങ് പോവുകയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ സിവിലിയൻസിന് നേരെ തിരിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ശക്തമായ തിരിച്ചടി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ട് അവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സ്വാഭാവികമായും ചെയ്യേണ്ടത് അവിടുത്തെ ജനതയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഈ സൈനിക തലത്തിലുള്ളവരും അതുപോലെ തന്നെ മതതീവ്രവാദികളെയും മാറ്റി നിർത്തിക്കൊണ്ട് തീവ്രവാദം അവിടെ നിന്ന് പരമാവധി ജനങ്ങളുടെ നേതൃത്വത്തിൽ ഒഴിവാക്കിക്കൊണ്ട് ഉള്ളൊരു ഭരണ സംവിധാനം, നമ്മൾ പറയുന്ന ഒരു ക്രിട്ടിക്കൽ സിവിൽ സൊസൈറ്റി എന്ന് പറയും, വിമർശനാത്മകമായ ഒരു പൊതു ഇടവും പൊതുസമൂഹവും എങ്ങനെയാണോ അവിടെ പ്രോഗ്രസ് ചെയ്ത് വരുന്നത്, പുരോഗതി ആർജിക്കുന്നത്, അന്ന് മാത്രമേ ഈ പ്രശ്നം പരിഹാരം കാണൂ. അതുവരെ അവിടെ അധികാരത്തിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന മേധാവിത്വം പുലർത്തുന്ന തീവ്രവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എങ്കിൽ മാത്രമേ അവർക്ക് ഫണ്ട് കിട്ടൂ. തീവ്രവാദികൾക്ക് തോക്ക് മേടിക്കാനും ആക്രമിക്കാനും അവർക്ക് കഞ്ഞി കുടിച്ചു പോകാനും പൈസ വേണമല്ലോ. ഇതൊക്കെ അവർക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഈ തീവ്രവാദത്തെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്നാണ്. അതവർക്ക് കിട്ടണമെങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് നാളെ സമാധാനം ഉണ്ടാകും. ഇന്ത്യ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഇന്ത്യക്ക് ഒരു നിമിഷം കൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് നാളെ പാകിസ്ഥാനിൽ നിന്ന് ഒരാക്രമണവും ഇങ്ങോട്ടുണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പാകിസ്ഥാനിലെ തീവ്രവാദികൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണോ അവിടുത്തെ പൊതുസമൂഹവും രാഷ്ട്രീയ സമൂഹവും ഒക്കെ തീവ്രവാദികളെ തള്ളിക്കൊണ്ടുള്ളൊരു ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുകയും അവിടുത്തെ തീവ്രവാദികളെ തള്ളിപ്പറയുകയും ഭാരതവും പാകിസ്ഥാനും കൈകോർത്ത് പിടിച്ചുകൊണ്ട് തീവ്രവാദത്തെ എന്നാണോ ചെറുക്കാൻ ഒരുമിക്കുന്നത്, അന്ന് മാത്രമേ ഈ പ്രശ്നത്തിൽ വരൂ. ഇപ്പോൾ മുംബൈ ആക്രമണമാണെങ്കിലും പുൽവാമയാണെങ്കിലും അന്ന് തിരിച്ചടികൾ കൊടുത്തത് ഇത്തരത്തിലുള്ള ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾക്കെതിരെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ കുറച്ചുകൂടി കടന്ന് കയറി അടിച്ചു എന്നുള്ളത് തന്നെ പറയാം. അങ്ങനെയെങ്കിൽ ഇനിയും ഉണ്ടാവുകയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, അത് തീവ്രവാദികളുടെ പക്ഷത്തു നിന്നാണെങ്കിലും സൈനികരുടെ പക്ഷത്തു നിന്നാണ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു യുദ്ധം എന്നുള്ള രീതിയിൽ തന്നെ പോകുമെന്ന് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വളരെ വ്യക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. നേരത്തെ ഉള്ള നിലപാടിനുള്ള ഇപ്പോൾ ഉള്ള നിലപാട് മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ അതിർത്തിയിലൊക്കെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ അങ്ങനെയായിരുന്നു കാണുന്നത്. അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങളെ നമ്മൾ തീവ്രവാദത്തെ ചെറുക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പ്രധാനമന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കുള്ള ഏത് തീവ്രവാദ ആക്രമണത്തെയും ഇനി യുദ്ധമായി കണക്കാക്കും. ഇപ്പോഴും എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇത് യുദ്ധമായിരുന്നു എന്ന്. ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് യുദ്ധസമാന സാഹചര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു യുദ്ധത്തിന് ധാരാളം നിയമങ്ങൾ ബാധകമാണ്. പരസ്പരം രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കും. ഇങ്ങനെ ഒരുപാട് അന്തർദേശീയ നിയമങ്ങളുണ്ട്. ജനീവ കൺവെൻഷനും അതിനെ തുടർന്നുള്ള നിയമങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് യുദ്ധപ്രഖ്യാപനം, രണ്ട് രാജ്യങ്ങളും ഞങ്ങൾ യുദ്ധമാണെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പക്ഷേ യുദ്ധസമാന സാഹചര്യമായിരുന്നു.
പക്ഷേ ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഇനി തീവ്രവാദം ഉണ്ടായാൽ അത് ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധമായി കണക്കാക്കുമെന്നാണ്. മാത്രമല്ല, മുമ്പുള്ളതിൽ നിന്ന് ഇപ്പോൾ ഉള്ളൊരു വ്യത്യാസം, ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഞങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ്. നമ്മളെന്താ പറഞ്ഞത്? നയതന്ത്ര ബന്ധങ്ങൾ പുനരാലോചിക്കുന്നതിനെ പറ്റി കൊണ്ടുവരുന്നതിനെ പറ്റി പുനരാലോചന ഇല്ല. സിന്ധു നദിയിലെ കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചതിനെക്കുറിച്ച് ചർച്ചയില്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു പൊളിറ്റിക്കലായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷനാണ്. ഞാനിപ്പോഴും കരുതുന്നത് ഇപ്പോൾ പോലും പാകിസ്ഥാൻ ഒരു കോംപ്രമൈസിന് തയ്യാറായത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങളുണ്ട്. അത് പ്രധാനമായും 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഈ അതിർത്തിയിൽ നടത്തിയ ആക്രമണവും സൈനിക നേതൃത്വത്തിൽ നടത്തിയ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണമൊക്കെ അവിടെ ഇരിക്കട്ടെ, പ്രത്യാക്രമണമൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിനേക്കാൾ ഉപരി പാകിസ്ഥാനിൽ അധികാരം കൈയാളുന്നവരുടെ നാഡീ ഞരമ്പുകൾ ചവിട്ടി ഓടിച്ചു എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഇനിയും ചില കേന്ദ്രങ്ങളുണ്ട്. 10-21 തീവ്രവാദ കേന്ദ്രങ്ങൾ 8-9 നമ്മൾ നശിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി ഇനിയും കിടപ്പുണ്ട്. പക്ഷേ ആ 9 എണ്ണം എന്ന് പറയുന്നത് ശക്തമായ തിരിച്ചടിയായിരുന്നു. നമ്മുടെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു. പുൽവാമയിൽ ചെയ്തതിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് നടത്തിയ മുംബൈ ആക്രമണം ഉൾപ്പെടെയുള്ളതിന് നമ്മളിപ്പോൾ മറുപടി കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അന്ന് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവരെ നമ്മൾ ഫിനിഷ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ത്യ ഇനിയും അവിടെ ഇതുണ്ട്, അവിടെയൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടിക്കും. രണ്ടാമത് ഒരു കാരണം കൂടെ, രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാൻ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണം സിന്ധു നദിയിലെ കരാർ തന്നെയാണ്. അവരുടെ സാമ്പത്തികമായി നട്ടലൊടിക്കുന്നതാണ്. ഈ രണ്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരുപക്ഷെ അവരുടെ സൈനിക കേന്ദ്രത്തിൽ കിട്ടുന്ന അടിയേക്കാൾ വലിയ അടിയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ പല സമ്മർദ്ദങ്ങൾ ചെലുത്തു നോക്കി. സിന്ധു നദിയിലെ കരാർ നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം എന്ന് പറഞ്ഞു, ഞങ്ങൾ ആണവായുധം പറക്കിയിടുമെന്ന് പറഞ്ഞു. ഇതൊക്കെ വെറും പ്രഹസനമായിരുന്നു നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ എടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ആദ്യം പറഞ്ഞതുപോലെ ഭീകരവാദികൾ എന്തായാലും പുറകോട്ട് പോകില്ല. അവരുടെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം ഇസ്രായേൽ പലസ്തീൻ വിഷയം തന്നെ നമുക്കറിയാം. ഗാസ തരിപ്പണമായിട്ട് പോലും അവർ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. പക്ഷേ ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ നമുക്ക് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഒരു തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഈ ആക്രമണം ഉണ്ടാവുമ്പോൾ ഇന്ത്യക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇത് അല്ല, തീവ്രവാദികൾ എപ്പോഴും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അവർ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് അവർ സിവിലിയൻസിനെ ആക്രമിക്കുന്നത്. കാരണം ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അതിന് ചില പ്രത്യേക സമയം സന്ദർഭം അവർ തിരഞ്ഞെടുക്കും. ഇതൊക്കെ അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനാണ്. അതുകൊണ്ട് തീവ്രവാദികൾ ഈ നിലപാട് എപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കും. അതിൽ സംശയമൊന്നും വേണ്ട. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് പെട്ടെന്ന് അവസാനിക്കണമെങ്കിൽ അവിടുത്തെ പൊതുസമൂഹത്തിന് മാറ്റം വേണം. അവർക്ക് മനസ്സിലാവണം, ഈ ഉള്ള പൈസയൊക്കെ ഇപ്പം തന്നെ കടക്കണിയിലായിരിക്കുന്ന പാകിസ്ഥാന് $1 മില്യൺ സഹായമാണ് IMF അമേരിക്കയുടെ സഹായത്തോടുകൂടി കൊടുക്കുന്നത്. ഈ സഹായം ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയാണോ ഉപയോഗപ്പെടുത്തേണ്ടുന്നത്, അതോ ഈ സഹായം സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് അത് ഇന്ത്യക്കെതിരെ പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ആക്രമണത്തിന് ഉപയോഗിക്കുന്നതാണോ നല്ലതെന്ന് എന്നാണോ ജനങ്ങൾക്ക് വിവരം വെച്ച് തുടങ്ങുന്നത്? ജനങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കൊടുത്ത ഇപ്പൊ 1800 കോടി രൂപയോളം $1 ബില്യൺ എന്ന് പറയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളും ഇത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമില്ല. ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ അതേപോലെ നിരവധി ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള രാജ്യങ്ങളും ചർച്ച ചെയ്ത് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭം അടുത്തില്ല? അല്ല, അത് മറ്റുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കുറേയൊക്കെ. ഇപ്പോൾ അമേരിക്ക പോലും പറഞ്ഞത് ഞങ്ങൾ ഈ ഒരു സൗഹൃദം, അതായത് യുദ്ധം നിർത്തലാക്കിയപ്പോൾ പാകിസ്ഥാനും ഞങ്ങളുടെ ഒരു സൗഹൃദ രാഷ്ട്രമായി വാണിജ്യ ഇടപാടുകൾ നടത്തുമെന്ന് പറയുന്നതിൽ വാസ്തവം അല്ല. അവർ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ് പരിപാടി. നമ്മൾ കാണാത്ത മറ്റൊരു വശം കൂടിയുണ്ട്. ഈ യുദ്ധസമയത്ത് $1 മില്യൺ പാകിസ്ഥാന് കൊടുത്താൽ അവരെന്തിനായിരിക്കും ഉപയോഗിക്കുക? അത് ആയുധം വാങ്ങാൻ ഉപയോഗിക്കും. അത് ആരിൽ നിന്ന് വാങ്ങും? അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങും. അതുകൊണ്ട് അവർ ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒന്ന്, ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കണം, ഇന്ത്യയുമായി യുദ്ധത്തിന് പോകരുത്, സമ്മർദ്ദം. 2, ഇത് കൊടുത്താൽ ഞങ്ങൾക്ക് ഇൻഡയറക്റ്റായിട്ട് ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അമേരിക്ക ഇത് ഒരു വെടിക്ക് പല പക്ഷി, അതാണ് അമേരിക്കയുടെ ഗുണം എന്ന് പറയുന്നത്. പക്ഷെ മറ്റ് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പ്രത്യേകിച്ചും സൗദി അറേബ്യ പോലും ഇന്ത്യക്കല്ലേ പിന്തുണ നൽകിയത്. അപ്പം തുർക്കി എന്ന് പറയുന്ന രാജ്യം ഒഴികെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും, ഒരുപക്ഷെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ ആലോചിക്കണം. അമേരിക്ക ഒരു സാറ്റലൈറ്റ് രാജ്യമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമാണ്. ശീതസമര കാലഘട്ടം മുന്നോട്ടെടുത്ത് നോക്കിയാൽ
അവിടെ നിന്ന് ഇന്ത്യ കുറേയൊക്കെ ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ അവർ എൻ്റർടൈൻ ചെയ്തത് മാത്രമല്ല, അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, US ഇക്കണോമിക് റിവ്യൂവിൽ അവർ കൃത്യമായി പറഞ്ഞു, പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ധനസഹായങ്ങൾ അവർ കൊടുക്കുന്ന പർപ്പസിനല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ തന്നെ നേതൃത്വം പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരർത്ഥത്തിൽ മാത്രമാണോ പാകിസ്ഥാന് പല ആവശ്യങ്ങൾക്കും കണ്ടീഷണലായിട്ട് കൊടുത്ത ചില ഫൈറ്റർ പ്ലെയിൻസ് ഉണ്ട്, ചില മോണിറ്ററിങ്ങിനും ഒക്കെ വേണ്ട. അത് ഒരിക്കലും യുദ്ധത്തിന് ഉപയോഗിക്കരുതെന്നാണ് അതിർത്തി കടന്നുള്ള അതാണ് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത്. അതും ഒരു രസകരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ടീഷൻസ് ഈ യുദ്ധത്തിൽ നമ്മൾ ധാരാളം നിയമങ്ങൾ പറയും, പക്ഷേ യുദ്ധങ്ങൾക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ളതാണ്. അന്തർദേശീയ രംഗത്ത് ധാരാളം നിയമങ്ങളുണ്ട്. ഏത് യുദ്ധത്തിനാണ് അന്തർദേശീയ നിയമങ്ങൾ യുദ്ധത്തിൽ ബാധകമായിട്ടുള്ളത്? ശക്തനായവൻ്റെ നിയമങ്ങളായിരിക്കും ഒരു യുദ്ധത്തിൽ നടപ്പിലാക്കപ്പെടുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ മറ്റൊരു ചോദ്യം, മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദം കൂടി വരുമോ കുറഞ്ഞു വരുമോ എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളും, ഏതൊക്കെ രാജ്യങ്ങൾ തീവ്രവാദത്തിൻ്റെ പരിണത ഫലം അനുഭവിക്കുന്നുവോ അവരെല്ലാം സാവധാനം ഇത് മനസ്സിലാക്കിക്കൊണ്ട് വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഇസ്രയേൽ എന്താണ് ഇപ്പോൾ നിലപാടെടുത്തത്? ഇസ്രയേൽ ഇത്രയും വലിയ യുദ്ധത്തിൻ്റെ നടുവിലും ഇന്ത്യക്ക് പരിപൂർണ്ണ പിന്തുണയല്ലേ പ്രഖ്യാപിച്ചത്? അമേരിക്ക ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടത്തില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവർ ഇടപെടുന്നു എന്നുള്ളതും, പിന്നെ ഞങ്ങൾക്ക് എല്ലാ അന്തർദേശീയ റിപ്പോർട്ടുകളൊക്കെ രഹസ്യമായിട്ട് കിട്ടി, അത് ഞങ്ങൾ ഇന്ത്യയായിട്ട് പങ്കുവെക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിയന്ത്രിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നീട് അതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രംപിൻ്റെ ഒരു സ്വഭാവം അറിയാലോ, ട്രംപിന് പൊതുവേ ചില കൃത്യമായ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. ഒത്താലൊരു നോബൽ സമ്മാനം ഒപ്പിച്ചെടുക്കാം സമാധാനത്തിൻ്റെ എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ട്രംപ്. അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണ്ട. പക്ഷേ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ എങ്ങനെ ബിസിനസ്സാക്കി മാറ്റണം എന്നുള്ളത്. ഒപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക തീവ്രവാദത്തിൻ്റെ ഭീഷണി നേരിടുന്ന രാജ്യമാണ്. അമേരിക്കയെക്കുറിച്ച് എഴുതിയ എഴുത്തുകാർ പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാൻ ഈസ് എ ടെററിസ്റ്റ് പ്രൊഡക്ഷൻ ഫാക്ടറി എന്നാണ് പറയുന്നത്. ടെററിസം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇവരെ എത്ര നാൾ ചുമന്നുകൊണ്ട് പോകാനാവും അമേരിക്കയ്ക്ക്? ഇനി ചൈനയും ഇടയ്ക്ക് പല റിപ്പോർട്ടുകളുണ്ട്. അവർ പറഞ്ഞ രസകരമായ ചില വാചകങ്ങൾ, അവിടെയുള്ള ചില കോൺഗ്രസിലും സെനറ്റിലെ അംഗങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ഇന്ത്യക്ക് പിന്തുണ കൊടുക്കും. കാരണം എന്താ? ഞങ്ങൾക്ക് ഇവരെ ഉപയോഗിച്ച് വേണം ചൈനയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ. ഇപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ഭയങ്കര സ്നേഹം ഉണ്ടായതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് അത് അവരുടെ ഒരു ആവശ്യമാണ്. ചൈനയെ തടയുക, ചൈനയുടെ വികസനത്തെ, ചൈനയുടെ ശക്തിയെ, ചൈന ഉയർത്തുന്ന വെല്ലുവിളിയെ തടയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ആവശ്യം നിലനിൽക്കുന്നിടത്തോളം അമേരിക്ക ഇന്ത്യക്ക് ഒരു പിന്തുണ രഹസ്യമായും പരസ്യമായും ഒക്കെ നൽകും. ചുരുക്കത്തിൽ പാകിസ്ഥാനെ സഹായിക്കാതെ എങ്കിലും ഇരിക്കും എന്നുള്ളതാണ്. ഇനി മറ്റ് ചില രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും, എല്ലാ കോണ്ടിനെൻറ്റിലെയും പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ പിന്തുണ വരുമ്പോഴും നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയ ശക്തി ഇന്ത്യക്ക് പിൻബലമായിട്ടുണ്ടായിരുന്നു. അന്ന് അമേരിക്ക വന്നപ്പോൾ പോലും ഇന്ദിരാഗാന്ധിക്ക് കനത്ത മറുപടി കൊടുക്കാൻ പറ്റിയത് ആ ഒരു പിൻബലമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. നമ്മുടെ ചുറ്റും കിടക്കുന്ന ഈ തീവ്രവാദി രാജ്യങ്ങൾ തന്നെയാണ്. എടുത്തു നോക്കിയ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെയൊക്കെ കിടക്കുന്നതൊക്കെ ഈ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു പാകിസ്ഥാൻ തിരിച്ചടി നേടുമ്പോൾ ഇവരെല്ലാം ഒരു ഒറ്റക്കെട്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ല, അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ നിലപാടെടുത്ത ശ്രീലങ്ക ഇപ്പോൾ എവിടെയാണ്? ശ്രീലങ്കയിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ അറിയാം, ഇവരൊക്കെ ഒരു പ്രത്യേകമായ ഒരു സമയത്ത് ഇവരുടെയൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ഈ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇവരെയൊക്കെ സഹായിക്കുന്ന ചില നിബന്ധനകൾ വെച്ചിട്ടാണ്. ആ നിബന്ധനകളുടെ തിക്തഫലം അനുഭവിച്ചു തുടങ്ങുമ്പോൾ അവർ മനസ്സിലാകും ഇതൊക്കെ കുഴപ്പമായിരുന്നു എന്ന്. ഇപ്പോൾ ശ്രീലങ്കയുടെ അതേ അവസ്ഥയാണ്. ശ്രീലങ്ക ഇടയ്ക്ക് വെച്ച് കടക്കണിയിലേക്ക് പോയി അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, കലഹങ്ങളും ഒക്കെ ഉണ്ടായല്ലോ, നമ്മൾ കണ്ടതാണ്. ചൈന ഉണ്ടാക്കിയെടുത്ത ഒരു ക്രൈസിസ് ആയിരുന്നു അവരുടേത്. അവർക്ക് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്, എങ്കിലും ചൈനയ്ക്ക് അതിനകത്തൊരു വലിയ പങ്കുണ്ട്. അതുപോലെ തെക്കേഷ്യ മുഴുവനായിട്ടുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ 1950കളിൽ ഇവരെല്ലാം നമ്മളുമായിട്ടൊരു സൗഹൃദ ഉടമ്പടി ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ്. പിന്നീട് അവയെല്ലാം ഇന്ത്യയുടെ എതിർ ചീരയിലേക്ക് സാവധാനം പോകുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവരെ സുഹൃത്തുക്കളാക്കിയതാണ്. അത് ഇന്ത്യക്ക് ഒരുപക്ഷെ അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കൊണ്ടുപോകാനുള്ളൊരു കപ്പാസിറ്റി അന്നുണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നതിനോ അവരെ അത്രത്തോളം സഹായിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇന്ത്യക്ക് പല കാര്യങ്ങളിലും ഇന്ത്യ സഹായം ചെയ്യുന്നുണ്ട്. ഇന്ത്യ അവരുമായിട്ടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇവരൊക്കെ ഇടപെട്ട്, ഈ ചൈനയായാലും പാകിസ്ഥാനും ഒക്കെ ഇടപെട്ട് പല തീവ്രവാദ സംഘങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെയൊക്കെ നിയന്ത്രണം ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊതുവായി തീവ്രവാദത്തെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് അന്തർദേശീയ രംഗത്തെ ഒരു ഓപ്പറേഷൻ, ഒരു സഹകരണത്തിലൂടെ മാത്രമേ, ഒരു നിയമങ്ങളിലൂടെയും അത് സാധ്യമാവില്ല. ഒരു അന്തർദേശീയ നീതിന്യായ കോടതിയിലൂടെ അത് സാധ്യമാവില്ല. ഒരു ഐക്യരാഷ്ട്ര സംഘടനയിലൂടെ
ഒരാളുടെയും അത് സാധ്യമാവില്ല. അത് സാധ്യമാകുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയിൽ പൊതുവായി വിശ്വാസം പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ. അവിടെ ഇൻ്റലിജൻസ് ഷെയറിങ് വേണം, അവിടെ കോഓപ്പറേറ്റീവായിട്ടുള്ള ഓപ്പറേഷൻസ് വേണം. ഇതിലൂടെയൊക്കെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയൂ. അല്ല നമ്മൾ 2 മിസൈൽ എടുത്തിട്ട് നമുക്കിപ്പോൾ എല്ലാം പരിഹരിക്കാം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇന്ത്യക്കില്ല. അതൊക്കെ പാകിസ്ഥാനെ പോലെയുള്ള ഇമ്മച്വറായിട്ടുള്ള രാജ്യങ്ങളുടെ, അപക്വമായ രാജ്യങ്ങളുടെ പ്രതികരണങ്ങളാണ്. ഇന്ത്യ കുറേ കൂടി ഇരുത്തം വന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു നാളെയിൽ ഒരുപക്ഷേ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.